റോഡ് അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ഇന്ന് ചേരും. ഗതാഗത കമ്മീഷണർ CH നാഗരാജു ജില്ലാ പോലീസ് മേധാവിമാരുമായി ചർച്ച നടത്തും. റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, പാലക്കാട് അപകടവുമായി ബന്ധപ്പെട്ട് പനയമ്പാടത്തുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗതാഗത മന്ത്രി അവിടെ സന്ദർശനം നടത്തിയതും. പിന്നീട് അതിന് തുടർച്ചയായി ഇന്നലെയും അപകടങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസും MVDയുമായി ചേർന്ന് ഒരു സംയുക്ത പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ റോഡ് സംസ്കാരം കൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയൊക്കെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് വലിയ അപകടങ്ങളും മരണങ്ങളും റോഡിൽ സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയമെന്ന് പറയുന്നത് നിരവധി വാഹനങ്ങൾ ഓരോ മിനിറ്റിലും റോഡിലൂടെ ചെറിപ്പായുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെയാണ്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ കൂടി നിരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അപകടങ്ങൾ തുടർക്കഥയായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായിട്ട് ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നത്. MVDയും അതുപോലെ പോലീസും സംയുക്തമായിട്ട് റോഡിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, അതുപോലെ ഗതാഗത കമ്മീഷണർ CH നാഗരാജുവും മറ്റ് ബന്ധപ്പെട്ട ജില്ലാ പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ ഇന്ന് ഒരു കൂടിക്കാഴ്ച ഓൺലൈൻ യോഗം ചേരും. ഇതിനകത്ത് റോഡിൽ സംയുക്തമായിട്ട് പരിശോധന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. നേരത്തെ പോലീസും MVDയും ഒക്കെ സംയുക്തമായിട്ട് റോഡിൽ പരിശോധന നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ നടക്കുകയും പിന്നീട് അത് ഒരു തുടർച്ചയില്ലാതെ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ അപകടങ്ങളെയൊക്കെ പശ്ചാത്തലത്തിൽ സംയുക്തമായിട്ട് റോഡിൽ പരിശോധന നടത്താനുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും MVDയും പോലീസും ആലോചിക്കുക. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെയാണ് മന്ത്രി KP ഗണേഷ് കുമാർ വിളിച്ച സ്വകാര്യ ബസ് ഉടമകളുടെ യോഗം കൂടി നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരാഴ്ച മുമ്പാണ് കിഴക്കേക്കോട്ടയിൽ കാൽനട യാത്രക്കാരൻ സ്വകാര്യ ബസ്സും KSRTC ബസ്സിൻ്റെയും ഇടയിൽപ്പെട്ട് മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകളുമായിട്ട് ഇന്നിപ്പോൾ KP ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ച് ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ച രാവിലെ 11 മണിക്കാണ്. അതിന് പുറമെ നാളെ ദേശീയപാത അതോറിറ്റിയുമായിട്ട് മന്ത്രിയുടെ ചർച്ചയുണ്ട്. നാളെ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സംസ്കാരത്തിൽ വലിയൊരു മാറ്റം ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്കടക്കം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം റോഡിലൂടെ ആ വാഹനം ഓടിക്കുന്നതിൻ്റെ രീതിയും എങ്ങനെ റോഡ് സംസ്കാരം ഉപയോഗിക്കണം അടക്കമുള്ള കാര്യങ്ങൾ നാം കൂടി ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് എടുത്തു കാണേണ്ടത് ഈ റോഡ് സുരക്ഷാ അതോറിറ്റി, ഈ ദേശീയപാത അതോറിറ്റി ഈ പറയുന്ന പോലെ ഗൂഗിൾ മാപ്പ് നോക്കി റോഡ് നിർമ്മിക്കുന്നു എന്നുള്ള ആക്ഷേപം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സാഹചര്യവും സ്ഥലത്തിൻ്റെ എല്ലാ വശങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് വേണം ഈ റോഡ് കൃത്യമായിട്ട് നിർമ്മിക്കാനും പണിയൊക്കെ പൂർത്തിയാക്കാനായിട്ടും. ഇത് ഗൂഗിൾ മാപ്പ് നോക്കി റോഡ് നിർമ്മിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ദേശീയ റോഡ് സുരക്ഷാ അതോറിറ്റിയെ ഇതൊക്കെ അറിയിക്കേണ്ടതായുണ്ട്. ആ യോഗം നാളെയാണ്. എന്തായാലും ഇന്നിപ്പോൾ MVDയും പോലീസുമാണ് യോഗം ചേരുക. ജിൽസി, ശരി, വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.